കഠോപനിഷത്തില് യമരാജനെ കാണാൻ പോകുന്ന ഒരു സന്ദർഭമാണ് എന്റെ ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട ആധാരം. അപ്പം അദ്ദേഹം യമരാജന്റെ കൊട്ടാരത്തിലെത്തി 3 ദിവസം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കാത്തിരിക്കുന്നു. ഒടുവിൽ യമരാജൻ തിരിച്ചെത്തുമ്പോ ഒരു ബ്രാഹ്മണനെ കാണുമ്പോ ഞാൻ വായിച്ച വിശദീകരണം അനുസരിച്ച്, വ്യാഖ്യാനം അനുസരിച്ച് ഈ ബ്രാഹ്മണനെ അവിടെ കാവൽ നിർത്തേണ്ട ഒരു സാഹചര്യത്തെ കുറിച്ച് ആദ്യം കണ്ടുപിടിക്കുന്നത് യമരാജന്റെ ഭാര്യയായിരുന്നു. അപ്പം യമരാജനെ സത്യത്തിൽ നമ്മൾ വിളിക്കുന്നത് ധർമ്മരാജൻ എന്നുകൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗമനത്തിൽ ആദ്യം ഈ ബ്രാഹ്മണൻ എത്തിയ കാര്യവും അദ്ദേഹം 3 ദിവസം ഇരുന്ന കാര്യവും ഒന്നും പെടുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ്, അതായത് ആണ് ഈ ഒരു കാര്യം അങ്ങ് ഈ ബ്രാഹ്മണനെ 3 ദിവസം കാത്തിരിക്കാൻ ഇടവരുത്തിയതും അദ്ദേഹം പട്ടിണി ഇരുന്നതും ഇടവരുത്തിയത് അധർമ്മമാണ്. അത് അങ്ങേക്ക് ഒരുപക്ഷെ ഒരു തലവേദനയായിട്ട് ഭാവിയിൽ ഭവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് യമരാജനെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അപ്പൊ ഞാൻ ഈ ഒരു കഥ വായിച്ചത് കുറെ നാളായി. പക്ഷെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴേ ഇന്നലെ ധർമ്മരാജന്റെ സഹധർമ്മിണി, അപ്പം ഈ സഹധർമ്മിണി എന്ന് പറയുന്ന ഒരു റോള് ആണ് ശരിക്കും പറഞ്ഞ നമ്മുടെയൊക്കെ ഭാര്യമാരുടെ കാര്യത്തിൽ ഉള്ളത്. അപ്പം അവര് മലയാളത്തിൽ പറയുന്ന പേരും സഹധർമ്മിണി എന്ന് പറയുന്ന പേരാണ്. അപ്പം ഞാൻ നാച്ചുറലായിട്ട് ആലോചിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ധർമ്മം അനുഷ്ഠിക്കുന്നതിന് സഹധർമ്മിണി എന്ന രീതി ആ പേരുള്ള ഭാര്യയ്ക്ക് എന്തുമാത്രം പങ്കാണ് ഉള്ളത് എന്നാണ് ചോദ്യം. ഈ സഹധർമ്മിണി വാസ്തവത്തിൽ ആന്തരികമാണ്. ഒരുവനിൽ പുരുഷനും സ്ത്രീയും ഉണ്ടാവുന്നു ആന്തരികമായിട്ട്. ആ പുരുഷനും സ്ത്രീയും ഉള്ളതിൽ അകത്തിരിക്കുന്ന പുരുഷനും അകത്തിരിക്കുന്ന സ്ത്രീയും ആണ് ആ വ്യക്തിത്വത്തിൻ്റെ സത്തയായി എസൻസായിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ട് സഹധർമ്മിണി എന്ന് മാത്രം പേര് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംസാരത്തിലേക്കുള്ള ഉദ്യമം, സംസാര സാഗരത്തിലേക്ക് തരണം ചെയ്യാനുള്ള ഉദ്യമം എന്ന് പറയുന്നത് പൗരുഷം നിറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ആ പൗരുഷഭാവത്തിലാണ് സംസാര സാഗരത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് അതിനൊരു പുരുഷത്വം കൽപ്പിക്കുകയും അകത്തിരിക്കുന്ന രണ്ടാമത്തെ പകുതിയെ സഹധർമ്മിണിയായിട്ട് കാണുകയും ചെയ്യുന്നു. അപ്പോൾ സഹധർമ്മിണി എപ്പോഴാണ് യഥാർത്ഥത്തിൽ സജീവമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആന്തരികമായ സന്തുലിതാവസ്ഥ, ബാലൻസ് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് സഹധർമ്മിണി സഹധർമ്മത്തിൽ പ്രവർത്തിക്കുന്നത്. അതുവരെ നമ്മൾ ആന്തരികമായിരിക്കുന്ന പകുതിയെ ഉപേക്ഷിച്ചിട്ട് പുറത്തുള്ള പകുതികളെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പുറത്തോട്ടുള്ള അന്വേഷണം മുഴുവൻ ബേസ് ചെയ്തിരിക്കുന്നത് ആന്തരികമായിരിക്കുന്ന പകുതിയെ മുൻനിർത്തിക്കൊണ്ടാണ്. ഈ പകുതിയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അന്വേഷിക്കുന്നത് പലപ്പോഴും ആന്തരികമായ പകുതി ഐഡിയലും പുറത്തു നിന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് റിയലുമാണ്. ഈ റിയൽ വേഴ്സസ് ഐഡിയൽ എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ്, ഒരു പ്രശ്നം, ഒരു സംഘട്ടനം എപ്പോഴും ഈ പ്രശ്നത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രതിസന്ധിയാണ് ഈ വിഷയത്തിൽ മനുഷ്യൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പുരുഷന്മാരായാലും സ്ത്രീകളായിരിക്കുകയാണെങ്കിൽ സഹധർമ്മിണിയായിട്ട് വരുന്നത് ആന്തരിക പുരുഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് ഫ്രോയിഡ് അനിമസ് ആൻഡ് അനിമ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അനിമസ് പുരുഷത്വവും അനിമ ഒരാളുടെ ആന്തരികമായ സ്ത്രീത്വവുമാണ്. അപ്പോൾ ഇതിൻ്റെ ബാലൻസാണ് യോഗിത്വം എന്ന് വിളിക്കുന്നത്.
അവിടെ എന്താണ് യോഗി ആവുന്നത്? ആന്തരികമായ യുഗ്മ സാധ്യത, ആന്തരികമായിട്ട് ഇരട്ടയായി തീരുന്ന അവസ്ഥ. ആ യുഗ്മത്തിൽ യോഗസിദ്ധി ഉണ്ടാകുന്നു. ആ യോഗസിദ്ധി ഉണ്ടാകുന്നത് എന്താണ്? വിരാടായിട്ട്, അതായത് സർവവ്യാപിയായിരിക്കുന്ന അവനവൻ്റെ സത്തയുമായിട്ട് യോഗിത്വം ഉണ്ടാകുന്നു, യോജിക്കുന്നു, സായുജ്യമുണ്ടാകുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സഹധർമ്മിത്വം. അത് നടക്കാതെ വരുമ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു കാര്യമാണ് താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്ന സഹധർമ്മിത്വം എന്ന് പറയുന്നത്. പലപ്പോഴും തീർച്ചയായിട്ടും കർമ്മങ്ങളുടെ വ്യാപാരം, കർമ്മങ്ങൾ ഒരിടത്തു നിന്ന് ഒരിടത്തോട്ട് പോകുന്നതിന് അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ കൂടി കടന്നു പോകുന്നത് വളരെ പ്രധാനമാണ്. തന്ത്ര സാധകന്മാരുടെ ഇടയിൽ ഋണാനുബന്ധനം എന്നൊരു വാക്കുണ്ട്. ഋണാനുബന്ധനം, പല ബന്ധങ്ങളും ഋണാനുബന്ധനങ്ങളായിട്ടാണ് അവർ കാണുന്നത്. പൂർവജന്മകൃതമായിരിക്കുന്ന ബന്ധങ്ങളുടെ കടങ്ങളെ വീട്ടുന്നതിന് വേണ്ടി താന്ത്രികന്മാർ അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ കൂടി കടന്നു പോകാറുണ്ട്. അതുപോലെ തന്നെ പ്രാജാപത്യ വിവാഹമനുസരിച്ച്, പ്രാജാപത്യ മാംഗല്യം അനുസരിച്ച് മനുഷ്യരെല്ലാവരും സഹധർമ്മിണിമാരെ അല്ലെങ്കിൽ സഹധർമ്മിയെ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ ഉള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട റോളെന്ന് പറയുന്നത് ബാലൻസിങ് ഓഫ് കർമ്മത്തിൻ്റെ സന്തുലനം തന്നെയാണ്. 9 മാസമായി അമ്മയുടെ വയറ്റിൽ കിടന്ന് അമ്മയ്ക്ക് പരമാവധി പീഡയൊക്കെ കൊടുത്തുകൊണ്ട് അമ്മയുടെ കർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജനിക്കുന്ന ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ രണ്ടാമത് കർമ്മത്തിൻ്റെ വിതരണം അല്ലെങ്കിൽ വിനിമയം, പങ്കുവയ്ക്കൽ, എന്ത് വേണോ വിളിക്കാം, അത് നടപ്പാക്കുന്നത് വിവാഹ ജീവിതത്തിലൂടെയാണ്. വിവാഹ ജീവിതത്തിലെ ശാരീരികമായ ബന്ധത്തിൽ കൂടിയാണ് കർമ്മത്തിൻ്റെ സന്തുലനം നടക്കുന്നത്. അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. അതായത് സർവ്വസാധാരണമായിട്ട് ബന്ധപ്പെടുന്നതിന് പകരം ആ ബന്ധങ്ങളിൽ ഒരു തിരഞ്ഞെടുപ്പുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പുണ്ടാകുന്നതിൻ്റെ ഫലമായി ഏറ്റവും ഐഡിയലാണെന്ന് അവർക്ക് ബോധ്യം വരുന്ന, ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള ഒരു മാനസിക ഘടകം കൂടെ അതിനകത്ത് കണക്കാക്കിക്കൊണ്ട് അവരുമായിട്ട് ബന്ധം ഉറപ്പിക്കുകയും ആ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അവിടെ ശരിയായ രീതിയിലുള്ള വിനിമയം ഇപ്പോൾ നടക്കാം. സൽക്കർമ്മികളായിരിക്കുന്ന ഭാര്യമാരായിരിക്കും താരതമ്യേന മോശപ്പെട്ട കർമ്മങ്ങളോടുകൂടിയ ഭർത്താക്കന്മാർക്ക് വന്ന് ചേരുന്നത്. കാരണം അവിടെ ബാലൻസ് ചെയ്യണം. സത്കർമ്മികളായിരിക്കുന്ന ഭർത്താക്കന്മാർക്ക് താരതമ്യേന മോശപ്പെട്ട ഭാര്യമാർ വന്ന് ചേരാം. കാരണം അവിടെയും ബാലൻസ് ചെയ്യണം. ഇത് ബാലൻസിങ്ങിൻ്റെ ഒരു ജോലി മാത്രമാണ്, അല്ലാതെ പറയുന്നത് തന്നെയല്ല. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ നടന്നു പോകുന്നതിന്, ഈ കാർമിക് ബാലൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഋണാനുബന്ധനത്തിൻ്റെ ചില കണക്കുകളുടെ തീർപ്പാക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് അങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഭാരതത്തിൽ നിർബന്ധിതമാക്കി വച്ചത്. ഇവിടെ ബ്രഹ്മചാരിയായിരിക്കുന്നവൻ ബ്രഹ്മചര്യ അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതായത് വിദ്യാഭ്യാസം മാത്രം അഭ്യസിക്കുക. പ്രജ്ഞാനമാണ് ബ്രഹ്മം. അപ്പോൾ വിദ്യയാണ് ബ്രഹ്മം, വിദ്യയെ പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യയ്ക്ക് വേണ്ടി മറ്റെല്ലാം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ പോകുന്നു. അവിടെ അവന് വിവാഹപ്രായമെത്തി എന്നുള്ള ഗുരുപത്നിയുടെ ഉപദേശമനുസരിച്ച് ഗുരു അവൻ്റെ മാതാപിതാക്കളെ വിളിപ്പിക്കുകയും അവരുടെ കൂടെ പറഞ്ഞു വിട്ട് വിവാഹം കഴിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഇതൊരു മൾട്ടി ഗ്രേഡാണ്. ഒരിക്കലും ഒരു ബാച്ചായിട്ടല്ല അവിടുന്ന് പുറത്താക്കി വിടുന്നത്, മറിച്ച് ഈ പക്വത ഗുരുപത്നിയാണ് ശ്രദ്ധിക്കുന്നതെന്നാണ് പറയുന്നത്. അവർ വിവാഹം കഴിച്ച് വരുന്നതോടുകൂടി മാതാപിതാക്കൾ വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കുന്നു. അതായത് ഒരു മേൽക്കൂരയുടെ കീഴിൽ 2 ഗൃഹസ്ഥരുണ്ടാവരുത് എന്ന് പണ്ടൊരു സങ്കല്പമുണ്ട്.
അതിനുശേഷം അവർക്ക് കുട്ടികളായി അവരുടെ ചെറുമക്കൾ വിവാഹിതരാകുമ്പോഴത്തേക്കും ഈ ആദ്യത്തെ ദമ്പതികൾ, അതായത് അപ്പൂപ്പനും അമ്മൂമ്മയും കൂടി സന്യാസത്തിന് പോകുന്നു, മറ്റവർക്ക് ആനപ്രസവത്തിന് പോകുന്നു, ഇവർ ഗൃഹസ്ഥരാകുന്നു. ഇങ്ങനെ ഒരു പ്രവർത്തനമായിരുന്നു അന്ന് നടന്ന ചടങ്ങായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സന്യാസം എന്ന് പറയുന്ന ആത്മീയമായിരിക്കുന്ന ചിന്തയുമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മറ്റെല്ലാത്തിനെയും ത്യജിച്ച് മറ്റാഗ്രഹങ്ങളൊക്കെ വെടിഞ്ഞ് പൂർണ്ണമായ ആത്മീയ ചിന്തയോടുകൂടിയ സന്യാസം. ചിലപ്പോൾ ആരോഗ്യമൊന്നും അവിടെ കാണണമെന്നില്ല, എന്നാലും ആ വഴി സന്യാസത്തിൻ്റെ വഴിക്ക് പോകും. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ട്. ബൈജുവിന് അറിയാമായിരിക്കും, മണിമഹേഷ് കൈലാസത്തിലേക്ക് വയസ്സാകുമ്പോൾ കയറി പോകുന്ന ആൾക്കാരുണ്ട്. അവർ പോകുന്നവർ അവിടെ മരിച്ചു വീഴുകയാണ്, ആരും തിരിച്ചു വരാറില്ല. അപ്പോൾ ആ പോകുന്നവർ അറിഞ്ഞുകൊണ്ട് തന്നെ പോവുകയാണ്, അവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പോവുകയാണ്. അവരെ പിന്തുടരുന്ന പട്ടികളുമുണ്ട്, നിങ്ങൾക്കത് അറിയാവുന്നതാണ്. ആ പട്ടികൾ വേറെ ഒന്നും കൊടുത്താൽ കഴിക്കില്ല. അത് പുറകെ വളരെ അനുസരണയോടുകൂടി വരുന്നതാണെന്ന് നമ്മൾ ധരിക്കും. പക്ഷേ വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടക്കുന്നവൻ വീഴും എന്നുള്ള പൂർണ്ണമായ പ്രതീക്ഷയിലാണ്. കാരണം അത് എത്രയോ നാളായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അവിടെയുള്ള സീസണലായിട്ടുള്ള വിസിറ്റിൻ്റെ സീസണിലല്ല അവരാരും പോകുന്നത്, അപ്പോൾ അനുകൂലമായ കാലാവസ്ഥകളിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇത് ആ ഗ്രാമങ്ങളിലൊക്കെ നടന്നു വരുന്നൊരു ശീലമാണ്. അവരങ്ങ് സന്യാസത്തിന് പോകുക എന്ന് പറഞ്ഞാൽ കണ്ട് കാശിക്ക് പോയാൽ തിരിച്ചു വരില്ല. ആ കാഴ്ചപ്പാടിലായിരുന്നു അന്ന് അവിടെ കഴിഞ്ഞത്. അപ്പം ഈ സഹധർമ്മിത്വം അതുവരെ ഫോളോ ചെയ്യുന്നുണ്ട്, അതുവരെ കൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ നമുക്കതൊന്നും ആലോചിക്കാൻ കൂടി വയ്യ. കാരണം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, സമത്വത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ഈ തത്വത്തിൻ്റെ പ്രയോഗം വളരെയധികം പരിമിതമായിരിക്കും, സംശയമില്ല. പിന്നെ അതിന് ആശയപരമായി അത്തരത്തിലുള്ള ഒരു ഗുണനിലവാരം പുലർത്താൻ ആർക്കെങ്കിലും സാധിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം എന്നേ ഇതിനകത്ത് പറയാം. ബുദ്ധൻ സംഘത്തിൽ സ്ത്രീകളെ ചേർക്കുന്ന സമയത്ത് എന്റെ ധർമ്മം 500 വർഷം മുൻപേ മരിച്ചു പോകും ഇത് കാരണം എന്ന് പറഞ്ഞല്ലോ. അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നുള്ള ഒരിക്കലും നമ്മൾ സംസാരിച്ച് കേട്ടു. അപ്പൊ സദ്ഗുരുവിന്റെ ഒരു സംസാരം കേട്ടപ്പോ അതിനകത്ത് പറഞ്ഞു, വിമൻ ഇസ് ലൈക്ക് ദാറ്റ്. ഫസ്റ്റ് ഷീ ഗോസ് ഫോർ ദി ബുദ്ധഹുഡ് ആൻഡ് ദെൻ ആഫ്റ്റർ സം ടൈം ഷീ വിൽ ഗോ ഫോർ ദി ബുദ്ധ. ദാറ്റ്സ് വൈ ബുദ്ധ ഹാസ് ടോൾഡ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പറഞ്ഞു. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നൊന്ന് കേട്ടാൽ, അതിനകത്ത് ഈ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് ഈ ലിംഗഭേദം വെച്ചുള്ളതാണോ അതോ ഓരോ ആളിലുള്ള സ്ത്രീയെയും പുരുഷനെ കുറിച്ചാണോ അവിടെ ഇംപ്ലിക്കേഷൻ ഉണ്ടോന്നും കൂടി. അല്ല, എന്താണ് അവിടെ പറഞ്ഞിരുന്ന കാര്യം, എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. സദ്ഗുരു പറഞ്ഞത്, സ്ത്രീകൾ ആദ്യം സാധന ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആദ്യം വളരെ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യും, കുറച്ചു നാൾ കഴിയുമ്പോൾ അവർക്ക് പ്രയാസം നേരിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പുരുഷന്മാർ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര പ്രയാസത്തിൽ തുടങ്ങുകയും പിന്നെ അവര് പെട്ടെന്ന് അത് വളരെ എളുപ്പത്തിലാവുകയും ചെയ്യാറുണ്ട്. അപ്പൊ അവരുടെ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ഒരു സ്ത്രീ പുരുഷ ആ ഒരു ഇംപ്ലിക്കേഷൻ ആയിരിക്കൂലേ, ഒരു അവയർനെസ്. തീർച്ചയായിട്ടും ബുദ്ധൻ ഉദ്ദേശിച്ചതും ഇപ്പോൾ ഈ സദ്ഗുരു പറഞ്ഞതും ഒക്കെ അത്തരത്തിലുള്ള കൺസിഡറേഷനിൽ തന്നെയാണ്. അല്ലാതെ ശാരീരികമായിരിക്കുന്ന വ്യത്യാസം വെച്ചുകൊണ്ടല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം ശാരീരികമായിട്ട് പൂർണ്ണമായ സ്ത്രീ ഇല്ല, പൂർണ്ണമായ പുരുഷനും ഇല്ല, പൂർണ്ണമായ പുരുഷന്മാരെയൊന്നും കാണാറില്ല. സ്ത്രീത്വം ഇങ്ങനെ മുറ്റി നിൽക്കുന്ന പുരുഷന്മാരെയാണ് ഇപ്പോൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ എന്ന് പറയുന്ന പലരിലും പുരുഷത്വമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരിക്കലും അത് അങ്ങനൊരു പരിഗണനയിലല്ല അവരാരും സംസാരിച്ചിരിക്കുന്നത്. അത് പിന്നെ അന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു ത്വര എന്ന് പറയുന്ന പ്രോബിങ് മെൻറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു പുരുഷത്വമാണ്. റിസപ്റ്റിവിറ്റി ആണ് സ്ത്രീയുടെ പ്രത്യേകത. ഇത് അവരുടെ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഘടനാപരമായ സ്വഭാവം തന്നെയാണ് വ്യത്യാസമെന്നത്. അപ്പോൾ ആ പ്രോബിങ് മെൻറ്റാലിറ്റിയോടുകൂടി അന്വേഷണ ത്വരയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് എല്ലാ സ്ത്രീകൾക്കും ഇല്ല. അപ്പോൾ കുറേ കഴിയുമ്പോൾ അത് തളർന്നു പോകും. അപ്പോൾ അന്വേഷണം നിർത്തി വയ്ക്കേണ്ടി വരും. അതാണ് അവിടുത്തെ ബുദ്ധിമുട്ട്. പല യാത്രകൾക്ക് ഇപ്പം അങ്ങനെയല്ല, എല്ലാ അന്വേഷിക്കാൻ കഴിവുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്, പണ്ടത്തെ പോലെയല്ല.
സത്വരജസ് തമോ ഗുണങ്ങളുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രൂപമാണ് സ്ത്രീ എന്നാണ്. സ ത ര. സ്ത്രീയിലെ സ ത ര എന്ന് പറഞ്ഞാൽ സത്വ തമസ് രജസ്. നടുക്ക് തമസ്, രണ്ട് വശത്ത് സത്വ രജസ് ഗുണങ്ങളാണ്, രജോ ഗുണങ്ങളാണ്. അപ്പോൾ ഈ തമസ് ബേസിൽ നിന്നുകൊണ്ട് സാത്വികമായിരിക്കുന്ന ഭാവത്തെയും മന്ദീഭവിപ്പിച്ചുകളയും, രജോ ഗുണത്തിനെയും മന്ദീഭവിപ്പിച്ചുകളയും. ആക്റ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പം ഇനർട്ട് ആയി പോകും, പ്യുവറായി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇനർട്ടായി പോകും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ ഒരു പോസിറ്റീവ് ബാലൻസിലേക്ക്, ഒരു കുറച്ചുകൂടി പ്രൊയാക്റ്റീവായിട്ടൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതിനാണ് ആദ്യത്തെ സാധനം. അത് വളരെ ശരിയായിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. പലരും അതിനൊന്നും തയ്യാറാവാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് പാതി വഴിയിൽ, ഇപ്പോൾ സദ്ഗുരു പറഞ്ഞ പോലെ പാതി വഴിയിൽ പലരും ഉപേക്ഷിച്ച് വഴിമാറി പോവുകയൊക്കെ ചെയ്യുന്നത്. ആ തുടക്കത്തിലൊക്കെ വലിയ ഫാസ്റ്റായിട്ടൊക്കെ തുടങ്ങുകയും പാതി ആകുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യും, അതിൻ്റെ പുറകെ പോവുകയും നിരാശകൾ വരികയും മൊത്തം പ്രസ്ഥാനം വിടുകയും, പ്രസ്ഥാനത്തെ ചീത്ത പറയുകയും മറ്റൊരു ഗുരുവിൻ്റെ അടുത്ത് പോവുകയും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പിന്നെ ഈ എക്വിലിബ്രിയത്തിൽ എത്തുകയാണെങ്കിൽ വാസ്തവത്തിൽ വളരെ പെട്ടെന്ന് എത്താകുന്നത് സ്ത്രീക്ക് തന്നെയാണ്, സംശയമില്ല. സ്ത്രീ കോൺസ്റ്റിറ്റ്യൂഷനലി, ഘടനാപരമായിട്ട് ആനന്ദ സ്വഭാവത്തിലാണ്. ആനന്ദം അനുഭവിക്കാനുള്ള കഴിവ് അവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. പുരുഷനെ, ശാരീരികമായിട്ടുള്ള പുരുഷനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ശാരീരികമായ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ പരമാനന്ദത്തിൽ എത്തുന്നതിന് ധ്യാനാത്മകമായിരിക്കുന്ന ഏകാഗ്രത ആവശ്യമാണ്. അതാണ് എൻ്റെ വ്യത്യാസം. നേരെ തിരിച്ച് ഡൈവർജൻ്റ് ആയിട്ടുള്ള ഒരു പ്രകൃതിയിൽ കൂടിയാണ് സ്ത്രീ ആനന്ദത്തിലേക്ക് പോകുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. അവിടെ കൺവെർജ് ചെയ്യുന്നു, നേരെ ഇത് ഡൈവേർജ് ചെയ്യുന്നു. ഇത് വികസിതമാകുന്ന ബഹുസ്വരത, അതാണ് ആ പ്രകൃതിയുടെ സ്വഭാവം. പ്രകൃതി ഇപ്പം കുറച്ച് മുമ്പ് മഴ പെയ്തുകൊണ്ടിരുന്നു, ഇപ്പോൾ മഴ നിന്നു, പിന്നെ രാത്രിയായി കഴിഞ്ഞു, ചെറിയ തണുപ്പുണ്ട്. കുറേ കഴിയുമ്പോൾ മഴയൊക്കെ പോയിട്ട് ചൂട് തുടങ്ങും രാത്രിയാകുമ്പോൾ. അങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ? പ്രകൃതി സ്ഥിരതയുള്ളതല്ല, ചഞ്ചലമാണ്. അതേപോലത്തെ ചാഞ്ചല്യം സ്ത്രീക്കുമുണ്ട്. അതാണ് സ്ത്രീയെയും പ്രകൃതിയും കൂടെ ഒരുമിച്ച് വയ്ക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആനന്ദത്തെ പലയിടത്തായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രകൃതി, അതുപോലെ സ്ത്രീയും എന്നുള്ളതാണ്. അതുകൊണ്ടൊരു സ്ഥലത്ത് കോൺസെൻട്രേറ്റഡ് ആയിരിക്കില്ല. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കാൻ പാടായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരാതി ആളുകൾ പറയുന്നത്. അല്ലാതെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്നവർ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് എത്താറുണ്ടെന്ന് മാത്രമല്ല, അവർ ഈ ശാരീരികമായി പുരുഷന്മാരായിരിക്കുന്നവരെക്കാളും വളരെ ഉന്നതമായിരിക്കുന്ന മാനസികാവസ്ഥകൾ അവരെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരാണ് അദ്വിതീയരായിട്ടുള്ളത് തന്നെ. വളരെ അപൂർവമായിട്ടേ അങ്ങനെയുള്ളവർ വരാറുള്ളൂ, അവരെത്താറില്ല. ഈ ശാരീരികമായിട്ടുള്ള സ്ത്രീ ബോധത്തിലെത്തുമ്പോൾ ശാരീരികമായ പുരുഷനേക്കാളും ഉന്നതമായ മാനസികാവസ്ഥയിലേക്ക് എത്തും എന്നിപ്പോ പറഞ്ഞു സാർ. അത് പക്ഷേ ഈ ശാരീരികമായ സ്ത്രീ എന്ന് പറയുന്നത് കേവലം ഈ ജന്മത്തിൽ മാത്രം റിലേറ്റീവായിട്ട് വരുന്നൊരു സംഗതിയല്ലേ സാർ? അപ്പോ അതെങ്ങനെ പറയാൻ പറ്റും? നമുക്കിപ്പോൾ ഒരു നല്ല ഫോണുണ്ടെങ്കിൽ നമുക്കിപ്പോൾ റിസെപ്റ്റിവിറ്റി കൂടുതലാണ് ആ ഫോണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പടം കാണാനും സിനിമ കാണാനും പാട്ട് കേൾക്കാനും ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വേറൊരാളെ പാര വയ്ക്കാനും ഒരാളെ ചീത്ത വിളിക്കാനും ചാറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഈ സാധ്യതകൾ മുഴുവൻ ആ ഡിവൈസിലാണ്. അത് താഴ്ഞ്ഞാൽ പൊട്ടിപ്പോവുകയും ചെയ്യും. ശാരീരികമായിരിക്കുന്ന ക്ഷണഭങ്കുരമാണെങ്കിൽ പോലും അതൊരു ഡിവൈസാണ്. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം അവിടെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ ശരീരത്തിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പരിമിതികളെ ഉല്ലംഘനം ചെയ്തുകൊണ്ട് ആ മെഡിറ്റേറ്റീവ് കപ്പാസിറ്റിയിലേക്കും കൂടെ അവരെത്തുകയാണ്. അപ്പോൾ ആ യോഗിത്വം തന്നെ അവർ സൃഷ്ടിക്കുന്നു, അവർ പ്രാപിക്കുന്നു. ആ പുരുഷ സ്വഭാവവും അവർ അവിടെ എത്തിച്ചേരുന്നു. അവർക്ക് സഹജമായുള്ള സ്ത്രീ സ്വഭാവം ബാക്കി കിടപ്പുണ്ട്. രണ്ടും കൂടെ ചേർന്ന് അവർക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ബുദ്ധന്മാരുടെ കൂടെയൊക്കെയുള്ള എല്ലാ കാലത്തും സ്ത്രീകൾ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നതായിട്ട് കാണാം.
അവർ ഉന്നതമായിരിക്കുന്ന ബോധത്തോടു കൂടിയത് തന്നെയായിരിക്കും, പക്ഷെ പുറത്ത് കാണില്ല. ഇപ്പോൾ മൗദ്ഗലായനോ ശരിപുത്രനോ പുത്രന്മാരായിട്ട് തന്നെ അറിയപ്പെടുകയോ അല്ലെങ്കിൽ അവരാൽ ജനങ്ങളാൽ ആദരിക്കപ്പെടുകയൊക്കെ ചെയ്തിരിക്കാം. പക്ഷേ ഗൗതമബുദ്ധൻ്റെ കൂടെ നടന്ന ബോധപ്രാപ്തിയിലെത്തിയ സ്ത്രീകളെക്കുറിച്ച് ആരും അറിയുന്നില്ല. കാരണം അത് പുറത്ത് കാണിക്കാറില്ല. അവർ ഗോപ്യമായിട്ട് വയ്ക്കും. അതാണ് എൻ്റെ വ്യത്യാസം. ഇത് ഗോപ്യമായി വയ്ക്കാനുള്ളൊരു കഴിവ് അവർക്കുണ്ട്. ആനന്ദാനുഭവത്തെ ഗോപ്യമായി വയ്ക്കുന്നതിനുള്ള കഴിവ് അവർക്കുണ്ട്. ഒരു പുരുഷനാണ് അത് കിട്ടുന്നതെങ്കിൽ അത് വെളിയിൽ പറഞ്ഞു നടക്കും. അടുത്ത ദിവസം അത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ സമാധാനമില്ല. അതാണ് വ്യത്യാസം. അതുകൊണ്ട് അവരെ ആരും അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും വളരെ പ്രധാനികളായിരിക്കുന്ന ബുദ്ധന്മാരവരിൽ ഉണ്ടായിരുന്നു. ബുദ്ധമതത്തിലെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. സെന്നിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ടിബറ്റൻ വജ്രാനത്തിലെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. വളരെ കഠിനമായിരിക്കുന്ന ഗൗരവത്തോടു കൂടിയ സ്ത്രീകൾ. പുരുഷന്മാർ പോലും അതിൻ്റെ അടുത്ത് വരില്ല. അത്രയ്ക്ക് ഗൗരവമുള്ള ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഇനി വളരെ വളരെ ഒരു എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് 10-40 വർഷങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആത്മീയ മാർഗത്തിലേക്ക് പ്രവേശിക്കുകയും വളരെ പെട്ടെന്ന് പുരോഗമിക്കുകയും ചെയ്യും. ഒരു 30 വർഷം കൂടെ ഉള്ളൂ ഈ ഒരു ബാലാരിഷ്ടതയിൽ കിടക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് പല കാര്യങ്ങളുണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീ സഹജമായിരിക്കുന്ന ആനന്ദഭാവത്തോടൊപ്പം ആ ചിത് ഭാവം കൂടെ വളർത്തിയെടുത്ത് വളരെ പെട്ടെന്ന് ആ സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കും. പുരുഷന് ആനന്ദഭാവം ഉണ്ടാക്കിയെടുക്കാൻ വളരെയധികം പണിപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ചിത്ഭാവം ആനന്ദത്തിലേക്ക് വീഴുന്നതല്ല. ചിത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇങ്ങനെ വീണു പോവില്ല. ആനന്ദഭാവത്തിൽ നിന്ന് കരകയറി ചിത്തിലേക്ക് പോകാൻ എളുപ്പവുമാണ്. അതുകൊണ്ട് അത് സാധ്യമാകും. അതാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. സാറ് ഈ നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു ഇതാണ്, ഇപ്പൊ ഗുരുദേവനായാലും ശ്രീബുദ്ധനായാലും അവരൊക്കെ ജനങ്ങളോടുള്ള ഒരു കാരുണ്യം കൊണ്ടാണ് അവരോട് സംസാരിച്ചത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ഇപ്പൊ ഈ പറഞ്ഞ ബുദ്ധന്റെ സമകാലീനായിരുന്ന ബോധത്തിലുള്ള സ്ത്രീകൾ എന്തുകൊണ്ട് ആ കാരുണ്യത്തെക്കാൾ ഉപരി ആ ഉള്ളടക്കത്തിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടി ചോദിക്കാം. അല്ല, കാരുണ്യം കൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് അവരുടെ ബോധത്തിന്റെ ഒരു ബാക്കിയുള്ളവർ കഷ്ടപ്പെടുന്ന ഒരു ഇത് കാണുമ്പോൾ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ സ്ത്രീകള് ബുദ്ധന്റെ സമകാലീനരായിരുന്ന ബോധത്തിലുള്ള സ്ത്രീകൾ, അവർ ഈ കാരുണ്യം ഉണ്ടായിരിക്കെ തന്നെ അവരാ ഉള്ളടക്കത്തിനല്ലേ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കാതിരുന്നത്? മനസ്സിലായില്ല. അവർക്ക് എന്താ കാരുണ്യമാണ് നഷ്ടപ്പെട്ടത്? അല്ല, ഈ പറയുന്ന പുറത്ത് കാണിക്കാതെ അവരുടെ ഒരു ബോധം ഈ പറഞ്ഞ ബുദ്ധനെ പോലെ മറ്റുള്ളവരെ ആ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലല്ലോ. അവരാ ഒരു ആനന്ദത്തെയും അവരുടെ ജ്ഞാനത്തെയും ഉള്ളടക്കിയാണല്ലോ. അതെ, നല്ല ചോദ്യമാണ്. രണ്ട് കാര്യങ്ങൾ അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നുണ്ട്. ഒന്നിപ്പോൾ താങ്കൾ പറഞ്ഞ ആദ്യത്തെ കാര്യം പറഞ്ഞിട്ട് മറ്റേതിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ സ്ത്രീയാണ് പുരുഷനായി തീരുന്നത്. സ്ത്രീ പുരുഷനായി തീർന്ന് സമത്വം പ്രാപിക്കുകയാണ്. പുരുഷൻ സ്ത്രീയായി തീർന്ന് സമത്വം പ്രാപിക്കുമ്പോൾ സ്ത്രീയുടെ സ്വഭാവമായി മുകളിലിരിക്കുന്നത്. ബുദ്ധൻ്റെ കാര്യം തന്നെ എടുക്കാം. സിദ്ധാർത്ഥൻ യോദ്ധാവാണ്. ഈ കുടുംബത്തെയും നാട്ടിനെയൊക്കെ വിട്ടെറിഞ്ഞ് ഈ രാജഭോഗങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് പോകുന്നതിന് പുരുഷത്വം ആവശ്യമുണ്ട്. തിരിച്ച് വലിയുന്നില്ല. ആ പോകുന്ന പുരുഷൻ അദ്ദേഹത്തിൻ്റെ ബോധപ്രാപ്തിയോടുകൂടി സ്ത്രൈണമായിരിക്കുന്ന സ്വീകരണ സ്വഭാവത്തോടു കൂടിയാണ് ആ ബോധത്തെ സ്വീകരിച്ചത് അദ്ദേഹത്തിലേക്ക്.
ആ ബോധത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്ത്രീയായിട്ട് മാറിക്കൊണ്ട് സ്ത്രീയുടെ പ്രവർത്തനമാണ്, അവിടെ ബാലൻസാണ്. പക്ഷെ പിന്നെ കാഴ്ചവെക്കുന്നത് ആരുടെ പ്രവർത്തനമാണ്? കരുണയോടുകൂടിയ സ്ത്രീയുടെ പ്രവർത്തനമാണ്. ഇപ്പോൾ താങ്കൾ പരാമർശിച്ച ബുദ്ധ സംഘത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധരായി തീർന്ന സ്ത്രീകൾ, ബോധോദയം സിദ്ധിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വ്യക്തമല്ല. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഉള്ളവർ അതിനെക്കുറിച്ച് ചരിത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവർ പലരെയും സ്ത്രീകളെ പുറത്തു കൊണ്ടുവരരുത് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അതൊക്കെ പിന്നെ അപ്രകാശിതമാക്കി കാണാം പിന്നീടുള്ള കാലഘട്ടത്തിൽ. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ആകുന്നത്? അപ്പോൾ അവരുടെ സ്ത്രീത്വത്തിൽ നിന്ന് പുരുഷത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവർക്കൊരു അടക്കം ഉണ്ടാവും. താങ്കൾ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ എടുക്കുകയാണ്, അല്ലേ, ഞാനായിട്ട് ഇടുന്നില്ല. ഉള്ളടക്കം ഉണ്ടാകും. ആ ഉള്ളടക്കം ഉണ്ടാകുന്നത് കൊണ്ട് അവർ വളരെ പ്രകടനപരത കുറഞ്ഞ ഒരു ജീവിതത്തിലായിരിക്കും അവർ പോകുന്നത്. നേരെ തിരിച്ച് അവർ പ്രകടനക്കാരാണ്, നൃത്തം ചെയ്യുന്നവരാണ്, അഭിനയിക്കാൻ കഴിവുള്ളവരാണ്, പാട്ടുപാടാൻ കഴിവുള്ളവരാണ്. കലകൾ മുഴുവൻ പ്രകടനമാണ്. ആ പ്രകടനത്തിലൂടെയൊക്കെ മികവ് കാണിക്കാൻ കഴിവുള്ളൊരു സ്ത്രീയാണ് ആ ആത്മീയമായിരിക്കുന്ന ഔന്നത്യത്തിലെത്തുമ്പോൾ പുരുഷത്വത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നേരെ തിരിച്ച് പിന്നെ അടക്കത്തിലേക്ക് വരുന്നു. ഇതങ്ങനെ നിൽക്കട്ടെ. വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിപ്പോൾ താങ്കൾ ചോദിച്ചപ്പോൾ പെട്ടെന്ന് പറയണം തോന്നിയത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ബുദ്ധൻ ബോധവാനായിരുന്നു കൊണ്ട് ഒരാളോട് സംസാരിക്കുന്നില്ല. ഇതൊരു അടിവരയിട്ടേണ്ട വാക്കാണ്. വെൻ എ ബുദ്ധ സ്പീക്സ് he ceases to be a Buddha. അപ്പോൾ അദ്ദേഹം ബുദ്ധനല്ലാതാവും. എന്തുകൊണ്ട്? ബുദ്ധനായിരിക്കുന്ന അവസ്ഥയിൽ ബുദ്ധനല്ലാത്തവരായിട്ട് ആരെയും കാണാൻ സാധിക്കുന്നില്ല. ആരോടും സംസാരിക്കാൻ പറ്റില്ല, ആർക്കും എന്തെങ്കിലും ഉപദേശിക്കാൻ പറ്റില്ല, ആർക്കും ദുഃഖനിവൃത്തിയെക്കുറിച്ച് അറിയാൻ പറ്റില്ല. അപ്പം എല്ലാവരും അഭിനേതാക്കളായിട്ട് മാത്രമേ ആ സമയത്ത് കാണാനൊക്കുള്ളൂ. അപ്പോൾ ആ ബോധത്തെ മാറ്റി വെച്ചുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വന്നാണ് ബുദ്ധൻ ആളുകളോട് സംസാരിക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്. അപ്പം ഗൗതമ ബുദ്ധൻ സംസാരിക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ, ഗൗതമ ബുദ്ധൻ ആളുകളോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ അവിടെ ബുദ്ധൻ്റേതായ ഔന്നത്യത്തിൽ നിന്ന് അദ്ദേഹം താഴോട്ടിറങ്ങി വരികയാണെന്ന് മനസ്സിലാക്കണം. അതൊരു കൊടുമുടിയാണ്. ആ സംഘത്തിൽ നിന്ന് അദ്ദേഹം താഴ്വരയിലേക്ക് ഇറങ്ങി വരികയാണ്. താഴ്വരയിൽ വന്നാൽ മാത്രമേ കൊടുമുടി കയറാൻ പറ്റാത്തവർക്ക് കയറ്റുന്നതിനോട് സമ്മതിക്കാൻ സാധ്യമായിട്ടുള്ളൂ. അതാണ് ഞാൻ ശ്രൈണത എന്ന് പറയുന്നത്. താഴോട്ട് ഇറങ്ങി വരുന്നത് ഒരു ശ്രൈണതയിലേക്ക് വരികയാണ്. പ്രകൃതിയെപ്പോലെ വിതരണം ചെയ്യാൻ തയ്യാറായിട്ട്, ഋതംബരയായിട്ട്, ഋതുക്കളാൽ ഭരിക്കപ്പെടുന്നവളായിട്ടും കൂടി. ഋതംബര എന്ന് പറഞ്ഞാൽ അർത്ഥം അതല്ല, ഋതത്താൽ ഭരിക്കപ്പെടുന്നു എന്നാണ്. അതായത് ഒരു ക്രമത്താൽ ഭരിക്കപ്പെടുന്നതാണ്. ഋതുവും അതുപോലെ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന ആൾക്കാർ, വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങൾ, വ്യത്യസ്തമായിരിക്കുന്ന മനസ്സുകൾ, വ്യത്യസ്തമായിരിക്കുന്ന സ്വീകരണ ക്ഷമതകൾ, ഇവയുടെയൊക്കെ മധ്യത്തിലേക്ക് ഒരു നർത്തകി ഇറങ്ങി വരുന്ന പോലെയാണ് ബുദ്ധൻ ഇറങ്ങി വരുന്നത്. ബുദ്ധൻ്റെ ലോകം ഒരു ജൽസാഘർ. അവിടെ ബുദ്ധനൊരു നർത്തകിയാണ്. ബുദ്ധൻ്റെ വില അറിയാതെ അതിന് ചെറിയ ചിലത തൊട്ടുകൾ എറിഞ്ഞുകൊണ്ട് കളി കണ്ടുകൊണ്ടിരിക്കുന്ന വിഡ്ഢികളാണ് ബുദ്ധൻ്റെ കൂടെ എപ്പോഴും കൂടുന്നവർ. അവർക്ക് ബുദ്ധൻ്റെ വില അറിയില്ല. ബുദ്ധൻ്റെ വില അറിയാവുന്നവർ, ആ നർത്തകിയുടെ വില അറിയാവുന്നവർ വളരെ ദൂരങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് അവിടെ വരാറുണ്ട് ഈ നർത്തനം കാണാൻ വേണ്ടി. അവരാണ് യഥാർത്ഥ ആസ്വാദകർ. തൊട്ടടുത്ത് കിട്ടുന്ന സൗകര്യത്തിൽ കിട്ടുന്നതുകൊണ്ട് ഓടി വന്ന് കൂടുക, സമയം പോക്കാൻ വേണ്ടി അവിടെ കയറിയിരിക്കുക, ഓരോ നൃത്തത്തിനും ഉദ്വേഗ സഹിതമായ വിളികളുണ്ടാക്കുക, അല്ലെങ്കിൽ വാവാന്ന് വിളിക്കുക, കാശ് എറിയുക, ഇതൊക്കെയുള്ള പരിപാടികൾ ഉള്ളിലൊന്നുമില്ല. നർത്തകി ദൂരെ നിന്ന് വരുന്നവരെ കാത്തിരിക്കുകയായിരിക്കും.
ഇത് ഞാൻ എതിർച്ചയായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. എ ബുദ്ധ സീസസ് ടു ബി എ ബുദ്ധ വെൻ ഹി സ്പീക്സ് ഓർ വെൻ ഹി കമ്മ്യൂണിക്കേറ്റ്സ്. ഇതൊരു ഡയലോഗാണ്. ശരി, നന്നായി, നല്ല ചോദ്യം.